പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് മദ്യനിർമ്മാണശാല അനുവദിച്ച മന്ത്രിസഭാ തീരുമാനം വിവാദത്തിൽ. ബ്രൂവറി അനുവദിച്ചതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ രംഗത്തെത്തി. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ബ്രൂവറിക്ക് അനുമതി നൽകിയതെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു. ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗമാണ് പാലക്കാട് കഞ്ചിക്കോട് മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതിന് ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് പ്രാരംഭാനുമതി നൽകിയത്. ഈ തീരുമാനത്തിലാണ് പ്രതിപക്ഷം അഴിമതി ആരോപിച്ചിരിക്കുന്നത്. സുതാര്യമല്ലാത്ത തീരുമാനത്തിനു പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ഒരു കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തുവെന്നും മാനദണ്ഡങ്ങൾ എന്താണെന്നും സർക്കാർ പൊതുസമൂഹത്തോട് പറയണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപണം ആവർത്തിച്ചു. ഇതൊരു വലിയ അഴിമതിയാണ്. കേരളത്തെ സ്വകാര്യ മദ്യ മുതലാളിമാർക്ക് കേരളത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിടുന്നതിനുള്ള ആദ്യത്തെ നടപടിയാണിത്. ഇതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കും. പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണം എക്സൈസ് വകുപ്പ് തള്ളി. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയതെന്നും എക്സൈസ് മന്ത്രി എം പി രാജേഷ് വിശദീകരിച്ചു. വലിയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചു, എല്ലാ പരിശോധനകളും നടത്തി, അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത്. മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനവുമാണിത്. നാളെ മുതൽ തുടങ്ങുന്ന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിലും ബ്രൂവറി അനുവദിച്ചത് ചർച്ചയായേക്കും. 24 തിരുവനന്തപുരം.